കിഴക്കൻ അതിർത്തിയിൽ ചൈനയുടെ പുതിയ നീക്കം. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളെ തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിൽ ഉണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയൊരു തന്ത്രപ്രധാന സാമ്പത്തിക ഇടനാഴി സ്ഥാപിക്കാനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുകയാണ് ബീജിംഗ്. മുൻപ് ഇന്ത്യയുടെ ശക്തമായ വിയോജിപ്പിനെ തുടർന്നുകൊണ്ട് പരാജയപ്പെട്ട ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മ്യാൻമർ പദ്ധതിക്ക് പകരമായിട്ടാണ് ഇന്ത്യയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടിപ്പോൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചിക്കൻ സ്നെക്ക്, അതായത് സിലിഗുരി ഇടനാഴി മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് ചൈന ഒരു പുതിയ പ്ലാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പാൻ ഏഷ്യൻ ഇടനാഴി, പുതിയൊരു പാൻ ഏഷ്യൻ ഇടനാഴിക്കാണ് ഇപ്പോൾ ഇവിടെ ഉദയം നൽകാൻ ഇവർ ഒരുങ്ങുന്നത്. ഒന്നുകിൽ സാമ്പത്തിക പദ്ധതി ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ നോക്കുകയാണെങ്കിൽ ചൈനയുടെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കാൻ അതിനുവേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമെന്നും ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇന്ത്യയെ ഇവിടെ ചുറ്റി വരിഞ്ഞുകൊണ്ട് പ്രതിരോധത്തിലാക്കുമെന്ന ചൈനയുടെ കുതന്ത്രങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ വെളിവാകുകയാണ്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പുതിയ സാമ്പത്തിക ഇടനാഴി ഇവിടെ വരാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില രഹസ്യ ബ്ലൂ പ്രിന്റുകൾ അവിടെ പുറത്തു വന്നിരുന്നു. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പാക് അധീന കാശ്മീരിലൂടെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി നിർമ്മിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇപ്പോൾ കിഴക്കു ഭാഗത്തു നിന്നും ബംഗാൾ ഉൾക്കടലിലേക്ക് നേരിട്ട് ഒരു പാത ഒരുക്കുന്നതായി തന്നെ ഇന്ത്യക്ക് കടുത്ത ഒരു സുരക്ഷാ ഭീഷണി ഉയർത്താനാണ് ശ്രമിക്കുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ടാരിഖ് റഹ്മാന്റെ ചൈന സന്ദർശനത്തിനിടയിലാണ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാകുവാനും തുറമുഖങ്ങൾ നവീകരിക്കുന്നതിനുമായുള്ള പദ്ധതിക്കായി തന്നെ ചൈന ഇതിനെ ചിത്രീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും എല്ലാം തന്നെ തകർക്കാനുള്ള ചൈനീസ് ഡ്രാഗന്റെ ആസൂത്രിത നീക്കമായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ കണക്കാക്കുന്നത്. പാകിസ്ഥാന് പിന്നാലെ തന്നെ അവിടെ ബംഗ്ലാദേശും മ്യാൻമറിനെയും വൻതോതിൽ തന്നെ കടക്കണിയിലാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു ചൈനയുടെ ലക്ഷ്യം. എന്നാൽ ശക്തമായ ദേശീയ നേതൃത്വമുള്ള ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നത് ചൈനയ്ക്ക് അത്ര എളുപ്പമാകില്ല. ഈ ഇടനാഴി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ നിലവിൽ അടുത്ത ആഭ്യന്തര യുദ്ധം നടക്കുന്ന മ്യാൻമറിലൂടെ വേണം ഈ പാത കടന്നു പോകാൻ. അവിടുത്തെ പല തന്ത്രപ്രധാന അതിർത്തി മേഖലകളും മ്യാൻമർ സൈന്യത്തിന്റെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ഭൂമി, അതായത് യുദ്ധഭൂമിയിലൂടെ കോടികളുടെ പദ്ധതി നടപ്പിലാക്കുന്നത് ചൈനയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുവാനും സാധിക്കും. മാത്രമല്ല, ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ നാവിക പ്രതിരോധം ശക്തമാക്കിയ ഇന്ത്യ മ്യാൻമർ വഴി തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് വഴി തുറക്കുന്ന കലാദ് മാൾട്ടി മോഡൽ പ്രൊജക്ടിലൂടെ തന്നെ ചൈനീസ് വെല്ലുവിളികളെ നേരിടാൻ പൂർണ്ണ സജ്ജമായി തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്നതും മറ്റൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.